എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ നമ്മുടെ നൊച്ചൂർ വെങ്കിട്ടരാമസ്വാമികളുടെ ഒരു പ്രഭാഷണം കേൾക്കുകയുണ്ടായി. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം ഒരു കുരുവിയുടെ കഥ പറഞ്ഞു. ആ കഥ ഇങ്ങനെ കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലൊരു ലഡു പൊട്ടി. ആ പൊട്ടിയ ലഡുവാണ് ഇന്നിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വിളമ്പാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ഒരു ദേശത്ത് ഒരു പുണ്യഗ്രന്ഥം ഉണ്ടായിരുന്നു. ഗ്രന്ഥം ഒരു കുരുവിയുടെ കഥയാണ് പറയണത്. ഗ്രന്ഥത്തിലെ കഥ ഒരു കുരുവിയുടെ കഥയാണ്. കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കുരുവി അതിങ്ങനെ കൊത്തിച്ചകഞ്ഞ് നടന്നപ്പോൾ അതിനൊരു അരിമണി കിട്ടി. ഈ അരിമണി കൊണ്ടുപോയിട്ട് ആ ഗ്രാമത്തിലെ ഒരു മുത്തശ്ശിയുടെ അടുത്ത് കൊടുത്തോടെ ഇതുകൊണ്ട് പായസം ഉണ്ടാക്കി തരണം. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, ഇതുകൊണ്ട് പായസം ഉണ്ടാക്കാൻ ഇതുകൊണ്ട് മാത്രം കഴിയില്ല, ഇതിലേക്ക് വേറെ മൂന്നഞ്ച് സാധനം കൂടി വേണം. അരി വേണം, തേങ്ങ വേണം, ശർക്കര വേണം, ഉരുളി വേണം, തീ വേണം, വിറക് വേണം, ഇങ്ങനെ കുറേ കാര്യം പറഞ്ഞു മുത്തശ്ശി. അതെല്ലാം ശേഖരിച്ച് നീ ശരിയാക്കി വന്നാൽ നിനക്ക് ഞാൻ പായസം എങ്ങനെയാണ് വേണ്ട പോലെ ഉണ്ടാക്കി തരാം. കുരുവി ക്രമേണ പോയി ഓരോന്നായിട്ട് ഇതെല്ലാം സിദ്ധിച്ചു. കുരുവിക്ക് ഏത് കിട്ടി? ശർക്കര, അങ്ങനെ സർവ്വ സാധനങ്ങളും ഈ മുത്തശ്ശി പറഞ്ഞത് എല്ലാ കാര്യങ്ങളും സിദ്ധിച്ചപ്പോൾ മുത്തശ്ശിയുടെ അടുത്ത് വന്നു. മുത്തശ്ശി പായസം ഉണ്ടാക്കി കൊടുത്തു. പായസം ഉണ്ടാക്കി കുരുവിക്ക് കൊടുത്തു. കുരുവി തൻ്റെ കൊക്കിട്ടൊന്ന് കൊത്തിയതിൽ. അപ്പോൾ അസാധ്യ ചൂടാണ്, സഹിക്കവയ്യാത്ത ചൂട്. കുരുവി ആ പാത്രത്തോടെ എടുത്തുകൊണ്ട് പോയിട്ട് അടുത്തുള്ള വലിയൊരു കുളത്തിലേക്ക് ഇട്ടു പാത്രം. എന്നിട്ട് അതങ്ങനെ പായസം ആ കുളത്തിലെ വെള്ളത്തിൽ അങ്ങോട്ട് കലങ്ങി. കുരുവി ആ വെള്ളം മുഴുവൻ അങ്ങോട്ട് കുടിച്ചു വറ്റിച്ചിട്ട് കുരുവി നോക്കുമ്പോൾ ഇതിൻ്റെ ആസനം വഴി ഇത് പുറത്തേക്ക് പോകുന്നുണ്ട് ഈ വെള്ളം. അപ്പോൾ കുറച്ച് വൈക്കോലെടുത്തിട്ട് ആ ഓട്ട അങ്ങോട്ട് അടച്ചു. അവയ്ക്ക് ഭയങ്കര ക്ഷീണം. കുരുവി പോയിട്ട് അടുത്തുള്ള പശുത്തൊഴുത്തിൽ അതിൻ്റെ പുൽക്കൂട്ട് കയറി കിടന്ന് സുഖമായി ഉറങ്ങാനും തുടങ്ങി. അങ്ങനെ രാത്രി ഒരു സമയം കഴിഞ്ഞപ്പോൾ പശുവിന് നല്ല വിശപ്പ്. പശു എണീറ്റ് നോക്കുമ്പോൾ ഒന്നുമില്ല, ഭയങ്കര വിശപ്പുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഒരു മൂലയ്ക്ക് കുറച്ച് വൈക്കോൽ ഇങ്ങനെ കിടക്കണം. പശുവിന് സന്തോഷമായി. പശു അത് ഈ കുരുവിയുടെ ആസനത്തിലെ വൈക്കോലാണെന്ന് പശുവിന് അറിയില്ലല്ലോ. പശു കടിച്ച ഒരൊറ്റ വലി വൈക്കോലും കൊണ്ട് പോന്നു. കുരുവിയുടെ ആസനം വഴി ആ കുടിച്ചു വരിച്ച വെള്ളം മുഴുവൻ അങ്ങനെ പുറത്തേക്ക് കുത്തി ഒഴുകാൻ തുടങ്ങി. ആ ഒഴുക്കിൽ പശുവിൻ്റെ തൊഴുത്തും പശുവും ആ ലോകം തന്നെ, കുരുവി താമസിക്കുന്ന ആ ലോകം മുഴുവൻ പ്രളയത്തിൽ മുങ്ങിപ്പോയി. ഇതാണ് കഥ. ഈ കഥ വായിച്ചിട്ട് ആ ദേശത്തുള്ള ആൾക്കാർ 3-4 വിഭാഗമായി തിരിഞ്ഞു. ചിലർ പറഞ്ഞു, ബുദ്ധിമാന്മാർ പറഞ്ഞു വെറും കെട്ടുകഥ, പച്ച നുണയാണ് പറയണതൊന്നും ശരിയല്ല, ഏതോ വിഡ്ഢികൾ എന്തൊക്കെയോ വിഡ്ഢിത്തരങ്ങൾ എഴുതി. വേറൊരു കൂട്ടർ എന്തോ എനിക്കതറിയൊന്നുമില്ല, എൻ്റെ അവസ്ഥയൊന്നും എനിക്കറിയാം, എനിക്കത് വായിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്, അതുകൊണ്ട് ഞാൻ അതിൽ വിശ്വസിക്കുക, എനിക്കതിൽ വിശ്വാസമുണ്ട്. കാരണം എന്താ വെച്ചാൽ എന്താ അതിൻ്റെ കഥയൊന്നും എനിക്കറിയില്ല, പക്ഷെ അതിങ്ങനെ കേൾക്കുമ്പോൾ വായിക്കുമ്പോൾ എനിക്കെന്തോ ഒരു ആനന്ദം കിട്ടുന്നു. അവർക്ക് നിഷ്കളങ്കരുടെ ഒരവസ്ഥയാണ്, ബുദ്ധി കുറഞ്ഞ ആൾക്കാർ. പിന്നെ വേറെ ചില കൗശലക്കാർ ആയ ഒരു വിഭാഗം ആൾക്കാർ അവർ പറഞ്ഞു, ഇത് ഗംഭീര സാധനമാണ്, ഇത് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അതിൻ്റെ വേറെ അവർ രഹസ്യമായിട്ട് പറഞ്ഞു, എന്ത് കെട്ടുകഥയെങ്കിലും ഏതോ പണ്ടാരം നമുക്ക് ഇത് താങ്ങി നടക്കുമ്പോൾ നല്ല ലഭ്യം കിട്ടുന്നുണ്ട്, നന്നായി സുഖമായി ജീവിക്കാൻ പറ്റുന്നുണ്ട്, വിറപ്പ് പൊടിയാതെ സുഖമായി ജീവിക്കാം, അതുകൊണ്ട് ഞാനിത് പാടി നടക്കണം, അല്ലാതെ ഇതിൽ വലിയ കഥയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല, കഥ ഉണ്ടോ ആർക്കറിയാമെന്നൊക്കെ എന്ന് രഹസ്യമായിട്ടും പരസ്യമായിട്ട് അവർ ഈ ഗ്രന്ഥത്തിൻ്റെ സ്വന്തം ആൾക്കാരായിട്ടും അങ്ങനെ ഒരു വിഭാഗം. ഇനിയും വേറൊരു ചെറിയ ന്യൂനപക്ഷമുണ്ട്, അവരൊന്നും മിണ്ടണില്ല. അവരങ്ങനെ അവസാനം ശ്വാസം മുട്ടുന്ന സമയങ്ങളിലെ എല്ലാ ഗതി മുട്ടുമ്പോഴേ വാ തുറക്കുള്ളൂ. അപ്പോൾ വാ തുറന്നപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരരിമണി കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു നാമം ചൊല്ലി നടക്കുകയായിരുന്നു. ആ ഒരു മണിയും അരിയും കൊണ്ട് നടന്ന സമയത്ത് ഇത് പോരാ എന്ന് തോന്നി. മനുഷ്യ സഹജമായ സ്വഭാവമാണ്, ഇത് പോരാ, ഈ നാമം മാത്രം പോരാ,
അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഗുരുവാണ് മുത്തശ്ശിയെ സമീപിച്ചു. അപ്പോൾ ഗുരു ഉപദേശിച്ചു, ഇത് പോരാ, സത്യം, അഹിംസ, അസ്തേയം, അപരിഗ്രഹം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. അത് സിദ്ധിച്ചിട്ട് വാ, അത് കിട്ടിയിട്ട് കൊണ്ടുവാ, അവ പറയാം. അങ്ങനെ വന്ന സമയത്ത് ഇതെല്ലാം സിദ്ധിച്ചപ്പോൾ ഇദ്ദേഹത്തിന്, ഈ കുരുവിക്ക്, ഈ അമ്മയുടെ അനുഗ്രഹവും ഈശ്വരാനുഗ്രഹവും കാരണം ഈ എന്താ പറയുക, നമ്മുടെ ഈശ്വര സാക്ഷാത്കാരം സംഭവിച്ചപ്പോൾ ഇത് കരഞ്ഞു, പേടിച്ചിട്ട് താങ്ങാൻ വയ്യ. വിശ്വരൂപം കണ്ട അർജുനനെ പോലെ, അയ്യോ അങ്ങ് ഈ വിശ്വരൂപം സംഹരിക്കണേ, എനിക്കിത് താങ്ങാൻ വയ്യ എന്ന് പറഞ്ഞില്ലേ, അതാണ് ചൂട് സഹിക്കാൻ വയ്യാതെയായി. അപ്പോൾ അത് കുളത്തിൽ കൊണ്ടുപോയിട്ട് നേർപ്പിച്ചു കുടിപ്പിച്ചു. ഇവൻ ദഹിക്കുന്ന രീതിയിലാക്കി ഗുരു കൊടുത്തു. ഇവൻ്റെ ദഹനശക്തിക്കനുസരിച്ച രീതിയിലാക്കിയിട്ട് ഗുരു ഈ പായസത്തിനെ കൊടുത്തപ്പോൾ അവനത് ഉള്ളിലിട്ട് നടന്ന് ഒരു ദിവസം ഏതോ ഒരു പശു, അറിവില്ലാത്തവൻ, ഇവനിട്ടൊരു ചൊട്ട് കൊടുത്തു. ഇവനെ നശിപ്പിക്കാൻ വേണ്ടി ചൊട്ടിയതാണെങ്കിലും അതോടുകൂടി ഇവൻ്റെ ആ കെട്ടുപൊട്ടി പ്രളയം സംഭവിച്ചു. ആ അടച്ചു വെച്ച വിജ്ഞാനം മുഴുവൻ പുറത്തേക്ക് ഒഴുകി അവനത് മനസ്സിലായി, അവനത് ഗ്രഹിച്ചതോട് കൂടിയിട്ട് ആ മഹാപ്രളയത്തിൽ അവൻ്റെ ലോകം ഇല്ലാതെയായി. അഹം ബ്രഹ്മാസ്മി, ലോകം ഞാൻ ഈശ്വരനാണ്, ഞാൻ മാത്രമേ സത്യമായിട്ടുള്ളൂ, ഈ കാണുന്നതെല്ലാം ഞാൻ തന്നെ, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നി, ഒക്കെ ഞാനായി, ഈശാവാസ്യമിതം സർവം. ആ അവസ്ഥയിലെത്തി. അതോടെ അവൻ്റെ ആ ഇമ്പാച്ചി ലോകം നശിച്ചു പ്രളയത്തിൽ. ഇതാണ് അതിൻ്റെ ശരിയായ സാരം. പക്ഷേ ജനങ്ങൾ അവനവൻ്റെ ബോധം വെച്ചാണ് ഇത് ഗ്രഹിക്കുന്നത്. എന്നിട്ട് ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പ്, കണ്ണ് പൊട്ടൻ ആനയെ കാണാൻ പോയ പോലെയാണ്. കണ്ണ് കാണുന്നില്ല എന്നുള്ള സത്യം അവർക്കറിയില്ല. അവർ കാല് പിടിച്ചവൻ ആന തൂണ് പോലെ എന്ന് പറയും, വാല് പിടിച്ചവൻ ആന ചൂല് പോലെ എന്ന് പറയും, ചെവി പിടിച്ചവൻ ആന മുറം പോലെ എന്ന് പറയും. സത്യത്തിൽ ഇതൊക്കെ ആനയിൽ ഈ അംശങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ആന ഇതാണോ? അല്ല. എന്നാൽ ഇതിൽ ആനയുടെ ചിലതൊക്കെ ഇല്ലേ? ഉണ്ട്. ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ലോകം നിൽക്കുന്നത്. അത് കാരണം ഇതൊന്നും ആനയിലില്ല എന്ന് കണ്ണ് കാണുന്ന ഒരാൾക്ക് പറയാനും കഴിയില്ല. ചൂലുപോലെ അല്ലേ എന്ന് വെച്ചാൽ ചുലുപോലെ അല്ല എന്ന് പറയാൻ കഴിയില്ല. മുറം പോലെ അല്ലേ വെച്ചാൽ അങ്ങനെയല്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇതുപോലെ തോന്നിപ്പിക്കുന്ന ചിലതൊക്കെ അതിലുണ്ട്. അപ്പോൾ അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് എന്താ സംഭവിക്കുക? ഇവൻ്റെ ഉള്ള വിശ്വാസം പോയി. മറ്റേത് ഗ്രഹിക്കാൻ അവനോട്ട് കഴിയില്ല. ഒരു ഫുൾ ആനയെ ഗ്രഹിക്കാൻ ഈ കണ്ണുകൂടന് കഴിയില്ല. ഇപ്പോൾ അവൻ സമാധാനിച്ചിരിക്കുന്നത് ഈ മുറത്തില്ല ചൂരിലും ഒക്കെയാണ്. അതങ്ങോട്ട് നശിപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷേ വേറൊന്ന് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബുദ്ധിയുള്ളവൻ, അതായത് ശരിക്ക് അറിവുള്ള ഒരാൾ, ഒരു സനാതനി, ഒരിക്കലും അവൻ്റെ വിശ്വാസത്തിൽ കയറി പിടിച്ച് നശിപ്പിക്കില്ല. അവൻ്റെ വിശ്വാസത്തിനെ തള്ളിപ്പറയൂല, കുറ്റം പറയൂല. അതാണ് സനാതനത്തിൻ്റെ ഒരു രീതി. എന്നാൽ ഇവർ എന്നിട്ട് എന്ത് ചെയ്യും? ഈ 3 വിഭാഗം, ചെവിയും വാലും കാലും പിടിച്ചവർ തമ്മിൽ തല്ല. പിന്നെ എങ്ങനെ? വാലാണ് ശരി, ചൂലാണ് ശരി, അല്ലല്ല മുറാണ് ശരി, അല്ല തൂണാണ് ശരി എന്നൊരു അടിയാണ്. അപ്പോൾ അങ്ങനെ ശത്രുവായി കാണുകയാണ്. ഈ ശത്രു സംഹാരം പിന്നെ ആരംഭിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഈ മതസ്പർദ്ധയും തല്ലുമൊക്കെ ഉണ്ടാകുന്നത്. ശരിയായി ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കാര്യങ്ങൾ. ചക്ക എന്ന് പറയുമ്പോൾ കൊക്ക എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന അബദ്ധങ്ങളാണ്. എന്നും നമുക്ക് തിരിച്ചറിയുന്ന ഒരു കാലം വരണേ ഭഗവാനേ എന്ന് പ്രാർത്ഥിക്കാം. ജനങ്ങൾക്ക് തിരിച്ചറിവും ബോധം കൊടുത്തിട്ട് ഈ തല്ല അവസാനിപ്പിക്കാൻ ഇവർക്ക് തോന്നണേ, ശരിയായ ബോധം നൽകണേ. ബോധം വരുത്തുവതിന് ആളായി നിൽക്കുന്ന പരമാചാര്യ രൂപനാണ് നാരായണൻ. അതായത് ഗുരു സാക്ഷാത് പരബ്രഹ്മ, ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുദേവോ മഹേശ്വര. ഗുരുവില്ലാതെ ഒരു രക്ഷയുമില്ല. ഗുരു ഒന്നെങ്കിലും വേണം, മാറാതോരോ ഗണത്തിനും. ജയ് ഗുരുദേവ്.